ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗ്രോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്കുകൾ വിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകൾ വിൽക്കാനായിട്ടും ബൈ ചെയ്യാനായിട്ടും ഉപയോഗിക്കുന്ന ട്രേഡിംഗ് ആപ്ലിക്കേഷനാണ് ഗ്രോയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഗ്രോയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി എങ്ങനെയാണ് ഗ്രോവിലത്തെ സ്റ്റോക്കുകൾ വിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ ഗ്രോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറി വരുന്ന സമയത്ത് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഭാഗത്തായിട്ടായിരിക്കും നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അക്കൗണ്ടിലുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നമുക്കതിൽ കാണാം. എത്ര എണ്ണമാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് പ്രോഫിറ്റിലാണോ ലോസിലാണോ എന്നുള്ളതെല്ലാം കാണാം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സ്റ്റോക്കാണോ വിൽക്കുക ആ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റോക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ നെയിമും അതേപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റിയാണ് ഉള്ളത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാം. അതിൽ സെൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡെലിവറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെലിവറിയിലാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. ഡെലിവറി ഇൻട്രാഡേ രണ്ടെണ്ണമാണുള്ളത്. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് പറയുന്നത്. ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഡേ ടു ഡേ ആണ്. അത് വാങ്ങിച്ച് അന്ന് തന്നെ വിൽക്കാനായിട്ട് സാധിക്കും. ഹോൾഡ് ചെയ്ത് വെക്കുന്നതെല്ലാം നമ്മൾ ഡെലിവറിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഡെലിവറിയിലാണ് എൻ്റെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉള്ളത്. ആ സ്റ്റോക്ക് ഞാൻ ക്വാണ്ടിറ്റി കൊടുത്തതിന് ശേഷം പ്രൈസ് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് ചെയ്യാൻ സാധിക്കുന്നത്. എത്ര രൂപ ഏകദേശം ലഭിക്കും എന്നുള്ളത് നമുക്ക് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടാകും. അതിന് വെരിഫൈ സെൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടിപിൻ യൂസ് ചെയ്തുകൊണ്ട്. ടിപിൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് ടിപിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് ടിപിൻ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാകും. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടിപിൻ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ OTP ഇവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക. വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പിന്നീട് നമ്മളുടെ മൊബൈൽ നമ്പറിലോട്ടും അതേപോലെ തന്നെ Gmail ID-ലോട്ടും ഒരു കോഡ് കൂടി സെൻഡ് ചെയ്തിട്ടുണ്ടാകും. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. അതോടുകൂടി സെൽ എന്ന് പറയുന്ന ഓപ്ഷൻ എനബിൾ ആയിട്ട് വരുന്നതായിരിക്കും. സെല്ല് കൊടുക്കുന്ന സമയത്ത് സെൽ ഓർഡർ റിക്വസ്റ്റ് എന്ന് എഴുതി കാണിച്ചതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സെൽ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. ഡൺ കൊടുക്കുക. അതിനുശേഷം ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യാൻ ഇട്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഏത് സ്റ്റോക്കാണോ ആ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ സ്റ്റോക്ക് ഇപ്പോൾ ഓർഡർ റിക്വസ്റ്റിലാണ് കിടക്കുന്നത്. സ്റ്റോക്ക് വിൽപ്പന ചെയ്യുന്നത് 2 ദിവസത്തിന് ശേഷമായിരിക്കും നിങ്ങളുടെ വാലറ്റിലോട്ട് ഫണ്ട് കയറുന്നതും. സ്റ്റോക്കിൻ്റെ റേറ്റിൽ നിന്ന് GST ഒക്കെ കുറച്ച് സർവീസ് ചാർജും കുറച്ചതിന് ശേഷമായിരിക്കും ബാക്കി നമുക്ക് ലഭിക്കുന്നത്. ഒരു സ്റ്റോക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മളുടെ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നത് വീക്കെൻഡിൽ ആയിരിക്കും. നിങ്ങളുടെ സെൽ റിക്വസ്റ്റിൽ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് ഓർഡേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് ചെയ്യാനിട്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാനും അത് ക്യാൻസൽ ചെയ്യാനും നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതായിരിക്കും. 2 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ഗ്രോവിൻ്റെ പ്രൊഫൈൽ ഭാഗത്തുള്ള വാലറ്റിലോട്ടായിരിക്കും ക്യാഷ് ആഡ് ആവുന്നത്. ആ ക്യാഷ് ആഡ് ആയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വിഡ്രോവലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീക്കെൻഡ് അപ്ഡേറ്റുകളും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. ഇതിൽ വിഡ്രോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എമൗണ്ട് എത്രയാണോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യേണ്ടത് ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അവിടെ കാണാനായിട്ടും സാധിക്കുന്നതായിരിക്കും അടിഭാഗത്തായിട്ട്. അത് നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം വിഡ്രോ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫേസ് ID വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതോട് കൂടിയിട്ട് വിഡ്രോ റിക്വസ്റ്റ് പോകുന്നതാണ്. അതിനുശേഷം ബാങ്ക് അക്കൗണ്ടിലോട്ട് ആഡ് ആവുന്നതാണ് വീക്കെൻഡിൽ. അപ്പോൾ ഈ രീതിയിലാണ് ഗ്രോവിലത്തെ സ്റ്റോക്കുകൾ വിൽക്കുന്നത്. വിറ്റതിന് ശേഷം നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന രീതിയും ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.